ഹിന്ദു സമുദായത്തിനും ആരാധനാമൂർത്തികൾക്കുമെതിരെ അപകീർത്തികരവും ആക്ഷേപകരവുമായ പ്രസ്താവനകൾ നടത്തിയ സണ്ണി കബിക്കാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി യോഗക്ഷേമ സഭ. ഹിന്ദു സമൂഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന അടിയന്തരമായി പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാൻ സണ്ണി കബിക്കാട് തയ്യാറാകണം. അല്ലാത്തപക്ഷം അദ്ദേഹത്തിനെതിരെ ശക്തമായ സിവിൽ ക്രിമിനൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും യോഗക്ഷേമ സഭ വ്യക്തമാക്കി. ഹിന്ദു സമൂഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന അടിയന്തരമായി പിൻവലിച്ച് പരസ്യമായി മാപ്പു പറയാൻ സണ്ണി കബിക്കാട് തയ്യാറാകണമെന്ന് യോഗക്ഷേമ സഭ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം അദ്ദേഹത്തിനെതിരെ ശക്തമായ സിവിൽ ക്രിമിനൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PND നമ്പൂതിരി വ്യക്തമാക്കി. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ കുറ്റമായ പ്രവൃത്തിയാണ് സണ്ണി കബിക്കാട് നടത്തിയിരിക്കുന്നത്. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം സമൂഹത്തിനെതിരെ എന്തും വിളിച്ചു പറയാനുള്ള അനുവാദമല്ല. മലയാള സർവകലാശാലയ്ക്ക് മുന്നിൽ നടന്ന സമരത്തിന് പിന്തുണയുമായി എത്തിയ സണ്ണി കബിക്കാടിന്റെ ഭാഷയും പ്രസ്താവനകളും തീർത്തും അപലപനീയമാണെന്നും യോഗക്ഷേമ സഭ ചൂണ്ടിക്കാട്ടി. അയ്യപ്പനും മാളികപ്പുറത്തമ്മയെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു മലയാള സർവകലാശാലയുടെ ഒരു സമരപ്പന്തലിൽ പോയിട്ട് അദ്ദേഹം സമുദായത്തിനെ മൊത്തം അധിക്ഷേപിക്കുന്ന രീതിയിൽ ഉള്ള പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ക്ഷമിക്കാവുന്ന ഒരു സംഗതിയല്ല. നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. കാരണം അന്യമത ആക്ഷേപിക്കുന്നതും അന്യ ദൈവങ്ങളെ ആക്ഷേപിക്കുന്നതും ഒരു തരത്തിലും നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് പാലിക്കാവുന്ന കേസല്ല. ജാതിമത അധിക്ഷേപങ്ങളിലൂടെ സമൂഹത്തിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കും. വൈകിയാണെങ്കിലും പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ ഇനിമേലിൽ ആരും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടിയെടുക്കണമെന്നും യോഗക്ഷേമ സഭ ആവശ്യപ്പെട്ടു. ജനം, കൊച്ചി.